തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ശക്തമായി ഹൈക്കോടതി. നടന്നത് സംഘടിത കുറ്റകൃത്യം എന്ന് പറയാനാകില്ല ഹൈക്കോടതി. 27 ദിവസം പ്രതി ഈ ജാമ്യം ലഭിച്ച 9ാം പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നിട്ടും എന്ത് ചെയ്യുകയായിരുന്നു? ഇതൊക്കെ സർക്കാരിനോട് ഹൈക്കോടതി എണ്ണി ചോദിക്കുകയാണ്. പ്രതിയുടെ വാദം കേൾക്കാതെ ജാമ്യം റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കാനാകില്ലെന്നും കോടതി. മാത്രമല്ല, പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്ക് നോട്ടീസ് അയക്കണമെന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യവും ഹൈക്കോടതി തള്ളി. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡിയെ മറയാക്കി, ആ പ്രതിഷേധങ്ങളെ മറയാക്കി മാർക്സിസ്റ്റ് വിരുദ്ധതയാണ്, മോഡി സ്തുതിയാണ് സതീശൻ പാടിയത് എന്ന രാഷ്ട്രീയ ആരോപണം ശക്തമായി നിൽക്കെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ എടുത്ത കേസിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ വരുന്നത്. ആ കേസിൽ എവിടെയാണ് ആസൂത്രിതമായ കുറ്റകൃത്യം? കോടതി ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഘടിതവും ആസൂത്രിതവുമായ ഒരു കുറ്റകൃത്യം എന്ന് പറയാനാകില്ല കോടതി പറയുന്നു. ചോദിക്കുന്നു കോടതി. മാരകായുധങ്ങളുമായി ആക്രമിച്ചു, അത് കണ്ടെത്താനായില്ല എന്ന സർക്കാരിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ മാരകായുധങ്ങൾ ഇല്ലാതെ എങ്ങനെ മാരകായുധങ്ങൾ കണ്ടെടുക്കും? ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയാണ്. ഇപ്പോൾ സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? എന്തൊക്കെയാണ് കോടതി ചോദിച്ചത്? അജിംഷാദിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നത് പോലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വാടക വീട്ടിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായ സംഘർഷാവസ്ഥ, ആ സംഘർഷാവസ്ഥയെ തുടർന്ന് കുറച്ച് പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ 9ാം പ്രതിക്ക് പിന്നീട് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ആ ജാമ്യം അനുവദിച്ചതാണ് ഇപ്പോൾ ഹൈക്കോടതി കയറിയിരിക്കുന്ന വിഷയം. അതായത് സർക്കാർ പറയുന്നത് ഈ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് പ്രോസിക്യൂട്ടർ ഈ കേസിൽ പ്രതികളുമായി ഒത്തുകളിച്ചതിൻ്റെ ഭാഗമായാണ്. അതുകൊണ്ട് പ്രതിയുടെ ജാമ്യം റദ്ദാക്കണം, പ്രോസിക്യൂട്ടർക്കെതിരെ നടപടി വേണം. ആ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും പ്രയറായിട്ട് ഹൈക്കോടതിക്ക് മുമ്പിൽ CS ഡേസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വന്നത്. കോടതി അതിൽ വിശദമായി തന്നെ പരിശോധന നടത്തി. കോടതി അതിനുശേഷം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇതൊരു സംഘടിത കുറ്റകൃത്യമാണ് എന്നുള്ളതാണ്. സംഘടിത കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ജാമ്യം ലഭിക്കുക പ്രയാസകരമാണ്. പക്ഷേ ഇതൊരു സംഘടിത കുറ്റകൃത്യമായി പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി ജാമ്യം കൊടുക്കുന്നതടക്കമുള്ള രീതിയിലേക്ക് കടന്നത്. അപ്പോൾ കോടതി ചോദിച്ച ചോദ്യമുണ്ട്, ഇതെങ്ങനെ ഒരു സംഘടിത കുറ്റകൃത്യമായി വരും എന്നുള്ളതാണ്. സംഘടിത കുറ്റകൃത്യത്തിൻ്റെ നിർവചനത്തിൽ ഇതെങ്ങനെ പെടും എന്നുള്ളതാണ്. കാരണം BNS പ്രകാരം അത് ഒരു സംഘടിത കുറ്റകൃത്യം എന്ന് നിർവചിക്കണമെങ്കിൽ അത് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഇതിൽ ബാധകമാകുന്നൊരു സാഹചര്യമില്ല. കാരണം ഈ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ അതിക്രമത്തിൽ പരിക്കേറ്റതായി വിവരമില്ല. പരിക്കേറ്റതായി വിവരമുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു മെഡിക്കൽ രേഖയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടിത കുറ്റകൃത്യമാണെന്ന് പറയാൻ കഴിയില്ല. രണ്ടാമത്തെ ആക്ഷേപം, ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 9ാം പ്രതി ഹരീഷിന് ജാമ്യം അനുവദിച്ചത് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡോക്ടർ ബീനാകുമാരി ഇടപെട്ടതിൻ്റെയും അല്ലെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെയും ഫലമായിട്ടാണ് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു പ്രോസിക്യൂട്ടർ പറഞ്ഞത് കേട്ടിട്ടല്ല ഒരു മജിസ്ട്രേറ്റും ഒരു ജഡ്ജിയും ഒരു കാര്യത്തിലും ഓർഡർ ഇടുന്നത്. അത് കോടതിക്ക് ചില വിവേചനാധികാരമുണ്ട്. ആ ഉത്തരവ് താനും വായിച്ചു, അതിനുശേഷമാണ് താൻ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജസ്റ്റിസ് CS ഡേസ് കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷനെ ഓർമ്മിപ്പിച്ചത്. അതായത് ഒരു തരത്തിലും ഈ ജാമ്യം റദ്ദാക്കണമെന്നോ പ്രോസിക്യൂട്ടറുടെക്കെതിരെ നടപടി വേണമെന്നോ ഈ സർക്കാർ ഉന്നയിക്കുന്ന ഈ ആവശ്യം അല്ലെങ്കിൽ ഇ.ഡി. ഉന്നയിക്കുന്ന ഈ ആവശ്യത്തോട് കോടതിക്ക് യോജിപ്പില്ല എന്ന് തന്നെ കോടതി വ്യക്തമായി പറഞ്ഞു. മാത്രമല്ല, ചില ആയുധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി, ഈ 9ാം പ്രതിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷനും പോലീസും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഇതേ പ്രതി 27 ദിവസം നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നല്ലോ എന്നാണ് കോടതിയുടെ ചോദ്യം. അന്ന് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവുമല്ലോ, കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി എന്തിനാണ് അയാളെ ഇനിയും കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത്? ഇനി ആയുധം കണ്ടെത്താനാണെങ്കിൽ ഉപയോഗിക്കാത്ത ആയുധം എങ്ങനെ ഒരു പ്രതിയിൽ നിന്ന് കണ്ടെത്താനാകും? അതാണ് ഏറ്റവും ഗുരുതരമായ, ഏറ്റവും ഗൗരവതരമായ കോടതിയുടെ ചോദ്യം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഉപയോഗിക്കാത്ത ആയുധം എങ്ങനെ ഒരാളിൽ നിന്ന് കണ്ടെത്താനാകും എന്നതാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രയറിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനാവില്ല. അതുകൊണ്ട് പ്രതിക്ക് ഈ ജാമ്യം ലഭിച്ച പ്രതി 9ാം പ്രതിക്ക് ഹരീഷിന് നോട്ടീസ് അയക്കും. അയാളുടെ ആ പ്രതിയുടെ ഭാഗവും കൂടി കേട്ടതിന് ശേഷം മാത്രമേ കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. രണ്ടാമത്തെ സർക്കാരിൻ്റെ ആവശ്യം,
ഈ അഡ്വക്കേറ്റ് ഡോക്ടർ ബീനാകുമാരിക്ക് നോട്ടീസ് അയക്കണമെന്നുള്ളതാണ്. അതൊരു അസാധാരണമായ ഒരു ആവശ്യമായിരുന്നു. ഒരു കീഴ്ക്കോടതിയിൽ പ്രോസിക്യൂഷൻ ആയി വാദിച്ച ഒരാളെ ആ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം പരാജയപ്പെട്ടു, അങ്ങനെയാണ് ജാമ്യം ലഭിക്കുക. അങ്ങനെ അതിൻ്റെ പേരിൽ ഹൈക്കോടതി അതിൽ കക്ഷി ചേർത്ത് നോട്ടീസ് അയക്കണം എന്ന ഒരു അസാധാരണ ആവശ്യമാണെന്ന് ഉന്നയിച്ച് അത് അംഗീകരിക്കാനേ ആവില്ല എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കി. അങ്ങനെ ഒരു നോട്ടീസും ഇല്ല, അങ്ങനെ ഒരു നടപടിയില്ല. ഇനി പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന കേസിൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് വാദം കേൾക്കാം. അതിനൊപ്പം ഈ ജാമ്യം ലഭിച്ച ആളുടെ ഭാഗവും കൂടി കോടതിക്ക് കേൾക്കേണ്ടതുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലുണ്ടായത് സമാനതകളില്ലാത്തൊരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ സംഘടിത കുറ്റകൃത്യമാണോ എന്ന് ചോദിച്ചതിന് അല്ലെന്ന് തന്നെ കോടതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറച്ച് ആളുകൾക്ക് പരിക്കേൽക്കുമായിരുന്നു, അവരുടെ ചികിത്സാരേഖകൾ ഉണ്ടാകുമായിരുന്നു, അവരുടെ പരിക്കിൻ്റെ വിവരങ്ങൾ ആ ചികിത്സാരേഖയിൽ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പോലീസും സർക്കാരും പറയുന്നത് പോലെ ഇതൊരു സംഘടിത കുറ്റകൃത്യമാണ് എന്ന് ഈ കോടതിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വന്നു കോടതിക്ക് എന്നുള്ളതാണ് സർക്കാരിന് ലഭിച്ച ഒന്നാമത്തെ തിരിച്ചടി. രണ്ടാമത്തെ തിരിച്ചടി ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഇമ്മീഡിയറ്റ് പ്രയറായിരുന്നു. അത് ജാമ്യം ഇപ്പം തന്നെ റദ്ദാക്കി കോടതി നടക്കില്ല, നമുക്ക് ഏപ്രിൽ 11 or 12 മറ്റോ ഈ കേസ് ഒന്നും കൂടി കേൾക്കാം, അപ്പോൾ അയാൾക്ക് നോട്ടീസ് അയക്കുക. ആർക്ക്? ഈ ജാമ്യം ലഭിച്ച പ്രതിക്ക്, 9ാം പ്രതി ഹരീഷ് കുമാറിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗവും അയാളുടെ ഭാഗവും കൂടി കോടതി കേട്ടതിന് ശേഷം ജാമ്യം റദ്ദാക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം കോടതി അതിലേക്ക് കടക്കാം, അപ്പോൾ ആലോചിക്കാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്നാമത്തത് ഗീനാകുമാരിയെ കക്ഷി ചേർക്കണമെന്ന ആവശ്യമാണ്. നോട്ടീസില്ല, കക്ഷി ചേർക്കലില്ല, അതൊന്നും വേണ്ട. അത് പ്രോസിക്യൂട്ടറുടെ പണി അവിടെ ചെയ്തു. ജഡ്ജിയുടെ വിവേചനാധികാരം വെച്ച് ഉത്തരവിട്ടു. ആ ഉത്തരവ് ഈ കോടതി വായിച്ചതാണ് എന്നാണ് CS ഡേസ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് വലിയ തിരിച്ചടി സർക്കാരിനും പോലീസിനും ഒക്കെ ഉണ്ടായിരിക്കുന്നു. പോലീസ് ആയി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്ക്, അത് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ചുമതലയുള്ള ആളുകൾ എല്ലാവരും, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ലഭിച്ചൊരു തിരിച്ചടിയായി തന്നെ ഇതിനെ പറയേണ്ടി വരും. ഇതിനൊപ്പം കൂടാൻ പോയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും കേന്ദ്ര അന്വേഷണ ഏജൻസിക്കും ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. അതായത് സംഘടിതമായി കുറേ ആളുകളെ കേസിൽപ്പെടുത്താനും ഇല്ലാത്ത കുറ്റകൃത്യങ്ങൾ ചുമത്താനും അവരെ ജീവിതാന്ത്യം വരെ ജയിലിലിടണമെന്ന സ്വപ്നവുമായി നടക്കുന്ന ആളുകൾക്ക് കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു തിരിച്ചടിയാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് പറയാം. അജിംഷാദ്, തീർച്ചയായും സർവത്ര തിരിച്ചടി, അതായത് സർക്കാരിനും ഒപ്പം ഇഡിക്കുമുള്ള തിരിച്ചടിയാണ് ഇതിൽ കാണാനാകുന്നത്. മോദി സ്തുതി പാടി ഇഡിയെ മറയാക്കി മാർക്സിസ്റ്റ് വിരുദ്ധത നീക്കിയ VD സതീശനുള്ള തിരിച്ചടി കൂടിയാണ്. കാരണം ഇഡിക്കെതിരായ പ്രതിഷേധങ്ങളെ ആക്രമിച്ചു എന്ന് വരുത്തി തീർത്തെടുത്ത കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വലിയ കോടതിയുടെ നിരീക്ഷണങ്ങളാണ്. അത് കൃത്യമായും സർക്കാരിന്, VD സതീശന്, രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ എതിരെയുള്ള വാദങ്ങൾ കൂടിയായി മാറുകയാണ് കോടതിയുടെ വിമർശനങ്ങൾ. ഇതിൻ്റെ സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സാലിം മുഹമ്മദ് നൽകിയത്.